إن الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് മുത്തഖിയായി, മുഅ്മിനായി, മുവഹിദായി ജീവിച്ചു മരിക്കുവാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലഹരിയുടെ ഉപയോഗം സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ ഒരവസ്ഥയിലാണ് ലോകം ഇന്നുള്ളത്. വിദ്യാഭ്യാസപരമായി ഏറെ ഉന്നതിയിലാണെങ്കിലും ലോകം ലഹരി ഉപയോഗത്തിലും നാണിപ്പിക്കുന്ന വളർച്ചയിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഭൗതിക സാഹചര്യങ്ങൾ എത്ര തന്നെ ഉയർന്നിട്ടും ലഹരിയുടെ ഉപയോഗം അതില്ലാതാക്കാൻ അല്ലെങ്കിൽ കുറക്കാൻ സമൂഹത്തിന് സാധ്യമാകുന്നില്ല. മദ്യവും മയക്കുമരുന്നും സമ്മാനിക്കുന്ന ലഹരിയിൽ എല്ലാം മറക്കുന്ന തലമുറ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ആശങ്കയോടെ നാം കാണേണ്ട ഒരു വസ്തുത. വളരെയധികം ഭീകരവും ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ചില വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേരളക്കരയിൽ നമ്മളെല്ലാം കേട്ടത്. നമ്മുടെ തൊട്ടടുത്ത
അടുത്ത ജില്ലയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ഒരു യുവാവ് സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു, അവൻ ലഹരിക്കടിമപ്പെട്ടവനാണ് എന്നുള്ളത് വളരെയധികം സങ്കടത്തോടെയും ഞെട്ടലോടെയും നമ്മൾ കേട്ട വാർത്തയാണ്. എന്നിട്ട് ഉപയോഗിച്ച ലഹരിയുടെ കെട്ടഴിഞ്ഞിട്ടും അല്ലേ അവനെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ, അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ ചെയ്ത കുറ്റത്തിൽ യാതൊരു മനക്ലേശമോ ബുദ്ധിമുട്ടോ ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു കൂസലുമില്ലാതെ അവൻ മാധ്യമപ്രവർത്തകർക്ക് ചുംബനം നൽകിക്കൊണ്ടൊക്കെ വാഹനത്തിൽ കയറി പോകുമ്പോ അതും അതിലേറെ ഞെട്ടലുണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ യുവാവ്, ഒരു കൗമാരക്കാരൻ എത്രത്തോളമാണ് അവന്റെ സ്വഭാവം വൈകൃതമാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആകുന്നത് എന്ന് അല്ലെങ്കിൽ അവസാനം നടന്ന ഈ ഒരൊറ്റ സംഭവത്തിലൂടെ നമുക്ക് വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ പല ആളുകളും പറയുന്ന ഒരു വർത്താനം എന്താണെന്നറിയോ? ഞങ്ങളൊക്കെ ഇത് ഞങ്ങളുടെ കൺട്രോളിലാണ്, കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. അതിനെ അല്ലെ ലളിതവൽക്കരിക്കാൻ വേണ്ടി ചില ആളുകളൊക്കെ പറയുന്ന കാര്യമാണ്. ഉപയോഗിക്കുന്ന ആളുകൾ കേട്ടോ, ഞങ്ങൾ അത്രയൊന്നും ഓവറാക്കലില്ല, ഇടക്കൊന്ന് സുഹൃത്തുക്കളുടെ കൂടെ കൂടുമ്പോ അടിക്കുന്ന കുറച്ച് അല്ലെങ്കിൽ വലിക്കുന്ന കുറച്ച്, ആ കുറഞ്ഞ ഉപയോഗങ്ങളിൽ നിന്ന് അവര് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് അത് എത്തുന്നുണ്ട് എന്നും അത് അവരുടെ സ്വഭാവത്തെ, പെരുമാറ്റത്തെ മുച്ചൂടും ബാധിക്കുന്നുണ്ട് എന്നും മാറ്റിമറിക്കുന്നുണ്ട് എന്നും അവരറിയാതെ തന്നെ ആ ഒരു ജനുസ് മാറുന്നുണ്ട് എന്നുള്ളതുമാണ് ഈ കഴിഞ്ഞ ഓരോ വാർത്തകളിലൂടെയും നമ്മൾ കാണുന്നത്. ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഒന്നല്ല അല്ലെ, പല വാർത്തയും കേട്ട് കേട്ട് ഞെട്ടൽ നമുക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കുട്ടി സ്വന്തം സ്കൂളിൽ അധ്യാപകന് നേരെ വിരൽ ചൂണ്ടി നിന്നെ പുറത്തിറങ്ങിയാൽ തട്ടിക്കളയും എന്ന് പറയുന്ന അല്ലെ സംസാരമൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടവരാണ്. എങ്ങനെയാണ് നമ്മുടെ കൗമാരം ഇത്ര വലിയ ആപത്തിലേക്ക്, അപകടത്തിലേക്ക്, അധപ്പതനത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കും ചില ഉത്തരവാദിത്തങ്ങൾ ഇവിടെ നിർവഹിക്കാനില്ലേ എന്നുള്ളതിലേക്കാണ് പ്രിയപ്പെട്ടവരെ വിരൽ ചൂണ്ടുന്നത് അല്ലെ. ചെറുതും വലുതുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ധാരാളം വാർത്തകൾ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ലഹരി എന്നുള്ളത് നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ നെറ്റ്വർക്കോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഭയപ്പാടോടെ നെഞ്ചിടിപ്പോടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ സങ്കടക്കണ്ണീരിലാണ് അല്ലേ. അപ്പോഴാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ പോഷക ഗുണങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ജനപ്രതിനിധികൾ. ഇനിയോ ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഈ നാടിന്റെ മുഖ്യ വരുമാനമാക്കി മാറ്റാൻ വെമ്പൽ കൊള്ളുകയാണ് ഭരണ നേതൃത്വം. ഇനി അപ്പുറത്ത് സ്വന്തം കൂട്ടത്തിലെ, സ്വന്തം വിഭാഗത്തിലെ, പ്രസ്ഥാനത്തിലെ ആളുകൾ പിടിക്കപ്പെടുമ്പോൾ അതല്ല, അത് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചു കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നു മറ്റു ചില ജനപ്രതിനിധികൾ അല്ലേ. അപ്പോ കാത്തു സംരക്ഷിക്കേണ്ട, കൂട്ടിനു നിൽക്കേണ്ട, ഉപദേശിക്കേണ്ട ആളുകൾ തന്നെ ഇങ്ങനെ വൈകൃതങ്ങളിലേക്ക് നീങ്ങുമ്പോൾ പിന്നെ എവിടെയാണ് അഭയമുള്ളത്, എവിടെയാണ് പ്രതീക്ഷയുള്ളത് എന്നുള്ളതാണ് മറ്റൊരു സങ്കടം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു സമൂഹത്തെ രക്ഷിക്കാൻ ഒന്നിച്ചിറങ്ങേണ്ട സമയമാണിത്. നമ്മൾ ഇനിയും വൈകിയാൽ ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും നമുക്ക് നിർവഹിക്കാനുണ്ട്. അതിനൊന്നാമത്തെ ഘട്ടാണ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികളെ പോറ്റി വളർത്തുക എന്ന് പറയുന്ന സംഗതി. പോറ്റി വളർത്തുക, വളർത്താൻ എല്ലാവർക്കും വഹിക്കും അല്ലെ. സംസ്കാരത്തോടെ വളർത്താനാണ് പ്രയാസം. അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടായാൽ മതി. അവർക്ക് സ്നേഹം അല്ലെങ്കിൽ വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പണം ഉണ്ടായാൽ മതി. പക്ഷെ സംസ്കാരത്തോടുകൂടി വളർത്തുക എന്ന് പറഞ്ഞാൽ അത് പാരന്റിംഗ് ആണ്, എഫക്റ്റീവ് പാരന്റിംഗ് ആണ്. അത് കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ മക്കളുടെ വിഷയത്തിൽ. എന്നിട്ടും
എന്നിട്ടും പോകുന്നവർ പോകട്ടെ, അത് വിധിയാണെന്ന് കരുതി സമാധാനിക്കാം. പക്ഷെ മാതാപിതാക്കൾ അവരുടെ ദൗത്യം നിർവഹിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്നു നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വാങ്ങിച്ചു കൊടുക്കുന്ന വസ്തുക്കളും നല്ല മുന്തിയ ഭക്ഷണമൊക്കെയാണ് ഏറ്റവും വലിയ സ്നേഹം. അല്ലല്ലോ. അതുകൊണ്ടായിരിക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നൽകാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനം, അത് ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കലാണ്. അദബുൻ ഹസന, നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക. അത് എവിടുന്നാ കിട്ടുക? അത് വാങ്ങിയിട്ട് 1/2 കിലോ 1 കിലോ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിൽ നമുക്ക് വാങ്ങായിരുന്നു. പക്ഷെ അങ്ങനെ കിട്ടൂല. സമാധാനത്തെ പോലെ തന്നെ ഒരു കിട്ടാക്കനിയാണ് ഏറ്റവും നല്ല സംസ്കാരം എന്നുള്ളത്. അവർ കണ്ടു വളരുന്നതാകട്ടെ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാകട്ടെ സോഷ്യൽ മീഡിയയിൽ അല്ലേ ഒരുപാട് വ്ളോഗർമാരാണ്. വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പല വ്ളോഗർമാർ അവരെ റോൾ മോഡലാക്കിയിട്ട് അതുപോലെ സംസാരിക്കാനും അതുപോലെ സ്റ്റൈലിഷ് ലൈഫുകൾ ലീഡ് ചെയ്യാനും ശ്രമിക്കുന്ന നമ്മുടെ കുട്ടികൾ ഉണ്ടാകുമ്പോ നല്ല റോൾ മോഡലുകളെ കാണിക്കുവാൻ നമ്മുടെ മുമ്പിൽ ഇല്ലാതായി. പിന്നെ റോൾ മോഡലായി കൂടെ ഉണ്ടാകേണ്ടത് ഉപ്പയും ഉമ്മയും ഒക്കെ ആയിട്ടുള്ള നമ്മളൊക്കെ തന്നെയാണ്. നമ്മളിൽ നിന്നും കാര്യമായും കൂടുതലായും അവർക്കൊന്നും പഠിക്കാനില്ലെങ്കിൽ, സമൂഹത്തിലും നല്ലവരെ കാണാനില്ല, കുടുംബത്തിലും ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ശിഥിലമാകും, തകർന്നു പോകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഏറ്റവും നല്ല സംസ്കാരം അവർക്ക് വീട്ടിൽ നിന്ന് കൊടുക്കാൻ കഴിയണം. പിന്നെ മദ്രസകളൊക്കെയാണ്. ആ മദ്രസകൾക്ക് നമ്മൾ കൊടുക്കുന്ന വില അത് എത്രയാണ് എന്ന് അല്ലെ നമ്മളെ കുറ്റപ്പെടുത്തല്ല. സമൂഹത്തിലെ ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫുൾ A+ സ്കൂളിൽ കിട്ടിയ കുട്ടിക്ക് കൊടുക്കുന്ന പരിഗണന, അവന് കൊടുക്കുന്ന സമ്മാനം, മദ്രസയിൽ ഫുൾ A+ കിട്ടുന്ന കുട്ടിക്ക് ആ മൂല്യമുള്ള ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കണില്ല. ഇല്ല, അവനൊരു സൂറത്ത് മനപ്പാടമാക്കി എന്ന് പറഞ്ഞു വരുമ്പോ ഒന്ന് തട്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കാനും അവനെ അനുമോദിക്കാനും അവന്റെ നെറ്റിത്തടത്തിൽ ഒന്ന് ചുംബിക്കാനും പറ്റുമെങ്കിൽ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കാനും എത്ര രക്ഷിതാക്കൾ കഴിയാറുണ്ട്? 10A+ പരിഗണന ഇല്ല, +2 വിജയ ശതമാനത്തിന്റെ പരിഗണന മദ്രസയിലെ കുട്ടികൾക്കില്ല. ഒരു ഹാഫിളിന് കിട്ടണില്ല. ഖുർആൻ മനപ്പാടമാക്കി, പകുതി മനപ്പാടമാക്കി, ഇത്ര സൂറത്തുകൾ മനപ്പാടമാക്കി എന്ന് എന്റെ വീട്ടിലെ എന്റെ കുട്ടി പറയുമ്പോ തന്നെ ബാക്കി കൂടെ പഠിച്ചോ എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളുകയല്ലാതെ അവനെ അനുമോദിക്കാൻ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ, നമ്മുടെ നാട്ടിലെ അസോസിയേഷനുകൾ, നമ്മുടെ മഹല്ലുകൾ, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണ്ടേ. മതപഠനത്തിൽ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഖുർആൻ പഠനത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവനെ നാട് അംഗീകരിക്കണം, നമ്മുടെ അസോസിയേഷനുകൾ അംഗീകരിക്കണം, നമ്മുടെ കുടുംബങ്ങൾ അംഗീകരിക്കണം. ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാർക്കും സ്കോറും റാങ്കും വാങ്ങി വരുന്നതിനേക്കാൾ പരിഗണന, പ്രാധാന്യം ഈ കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോ ചെറിയ മാറ്റമൊക്കെ നമ്മുടെ സമൂഹത്തിൽ കണ്ടു തുടങ്ങും എന്നുള്ളതാണ് അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലഹരി ഉണ്ടാക്കുന്ന അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതിന്റെ ഓരോ വശത്തെയും അത് ഇസ്ലാം അതിനെ എതിർത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, യമനിലേക്ക് പ്രബോധന ദൗത്യവുമായി ചുമതലയേറ്റ മുആദ് ബിൻ ജബൽ അദ്ദേഹം പോകാനൊരുങ്ങുമ്പോൾ യമനുകാരുടെ ഒരു ദുസ്വഭാവത്തെ റസൂലിനോട് അതിന്റെ ഫത്വ ചോദിക്കുന്നുണ്ട്, വിധി ചോദിക്കുന്നുണ്ട്. അതെന്തായിരുന്നു? റസൂലിനോട് ചോദിക്കാൻ, നബിയെ, അവിടെ തേനിൽ നിന്നും ലഹരി ഉണ്ടാക്കിയിട്ട്, തേന് ഹലാലാണല്ലോ, തേനിൽ നിന്നും ലഹരി ഉണ്ടാക്കുന്ന ഒരു പാനീയം അവർ കുടിക്കുന്ന ശീലമുണ്ട് അവർക്ക്. ആ വിഷയത്തിൽ ഞാൻ എന്തു നിലപാട് സ്വീകരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാൻ വേണ്ടി പറഞ്ഞത് മുആദ് ബിൻ ജബലിനോട് പറയാൻ, കുല്ലു മുസ്കുരിൻ ഹറാം, കുല്ലു മുസ്കുരിൻ ഹറാം. ലഹരിയുണ്ടാക്കുന്ന ഓരോ വസ്തുവും ഹറാമാണ്. അത് നിന്നാണെങ്കിലും ഹറാമാണ്, അത് തേനിൽ നിന്നാണെങ്കിലും ഹറാമാണ്. അവന്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന, അവന്റെ ബുദ്ധിക്ക് മറയിടുന്ന, അവന് ഉന്മേഷവും അല്ലെങ്കിൽ ഉന്മാദവും നൽകുന്ന ലഹരി ഉണ്ടാക്കുന്നതാണോ അത് ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഫത്വ കൊടുക്കുന്നുണ്ട്. കുല്ലു മുസ്കുരിൻ ഖംറുൻ,
വകുല്ലു ഖംറിൻ ഹറാം. അല്ലേ, മൊത്തത്തിൽ മദ്യത്തോടാണ് അതിനെ തുലനം ചെയ്തത്. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം മദ്യമാണ്, ആ മദ്യമാകട്ടെ നമുക്ക് ഹറാമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നബിയെ, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചില ആളുകൾ ഉപയോഗിക്കാറുണ്ട് മദ്യത്തെ, അല്ലെ, പരമാവധി ലൂപ്പ് ഹോളുകൾ അവിടെ നോക്കിയിട്ടുണ്ട്. എല്ലാ ലൂപ്പ് ഹോളുകളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചിട്ടുമുണ്ട്. ചികിത്സയ്ക്ക് വേണ്ടി ചില ആളുകൾ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നബി അവർക്ക് കൊടുത്ത മറുപടി എന്താ അറിയോ? ഇന്നഹാ ലൈസത ബിദവാഇൻ, മദ്യം ഒരിക്കലും ഒരു മരുന്ന് അല്ലേ അല്ല, വലാകിന്നഹാ ദാഉൻ, അത് രോഗമാണ്, അത് രോഗമാണ്, അത് ചികിത്സക്ക് ഉപയോഗിക്കേണ്ട മരുന്നല്ല, രോഗമാണത്, പകർച്ചവ്യാധിയാണത്, പടർന്നു പിടിക്കുന്ന രോഗമാണ്, അതുകൊണ്ട് ഒഴിവാക്കേണ്ടതാണ്. ഓരോ ഹദീസുകൾ പരിശോധിച്ചാൽ മദ്യത്തിന്റെ വിപത്തുകളെ, ആപത്തുകളെ എണ്ണി എണ്ണി പറഞ്ഞതും പ്രഖ്യാപിച്ചതും നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ. പിന്നെ അന്ന് MDMA ഇല്ലാത്തത് കൊണ്ട് അത് ഹദീസുകളിൽ നമുക്ക് കാണൂല. കള്ളിനെ പറ്റിയല്ലേ സംസാരിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അത് മാത്രം ഹറാമും ബാക്കിയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഹലാലുമാകുന്ന അങ്ങനെ ഒരു അവസ്ഥയില്ല. അന്ന് കള്ളായിരുന്നു, അതിനെ നിശിതമായി വിമർശിക്കുകയും ഹറാമിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുല്ലു മുസ്കുരിൻ ഖംറുൻ, ലഹരി ഉണ്ടാക്കുന്ന, ഇന്ന് പേര് കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായിട്ടുള്ള, ഇനി വരാനിരിക്കുന്ന എന്തൊക്കെ അതിതീവ്രമായിട്ടുള്ള സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളുണ്ടോ അതിനെയൊക്കെ ഈ പരിധിയിൽ വരുത്തി ലഹരി ഉണ്ടാക്കുന്നത് ഹറാമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ബോധം നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. സൂറത്തു മാഇദ 90-91 വചനങ്ങൾ. വലാ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, ചൂതാട്ടവും മദ്യവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കലുമൊക്കെ റിജ്സുൻ മിൻ അമലി ശൈത്വാൻ. റിജ്സ് എന്ന പദം പ്രിയപ്പെട്ടവരെ മാലിന്യം, അങ്ങേയറ്റത്തെ മ്ലേച്ഛത, വൃത്തികേട് എന്നുള്ളതിനാണ് അറബി ഭാഷയിൽ പ്രയോഗിക്കുക. റിജ്സുൻ മിൻ അമലി ശൈത്വാൻ. മിൻ അമലി ശൈത്വാൻ എന്ന് പറഞ്ഞു വേണമെങ്കിൽ അവസാനിപ്പിക്കാറുന്നു, അല്ലെ, അതൊക്കെ ഒരു പൈശാചിക വൃത്തിയിൽപ്പെട്ടതാണ്. അല്ല, മ്ലേച്ഛതയാണ്, അങ്ങേയറ്റം വൃത്തികേടാണ്, പൈശാചിക പ്രവർത്തനങ്ങളിൽ പെട്ടതുമാണ്. ഫജ്തനിബൂഹു, അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാം. ഇന്നമാ യുരീദു ശൈത്വാൻ, പിശാച് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അയ്യൂഖഅ ബൈനകുമുൽ അദാവ വൽ ബഗ്ള, നിങ്ങൾക്കിടയിൽ കോപം ഉണ്ടാക്കാൻ, ദേഷ്യം വളർത്താൻ, ശത്രുത വളർത്താൻ ഒക്കെയാണ് ശൈത്വാൻ ഈ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിൽ ഖംറി വൽ മൈസിർ, ഏതില്? മദ്യത്തിലും ചൂതാട്ടത്തിലും ശൈത്താൻ ഉദ്ദേശിക്കുന്നത് ദേഷ്യം വളർത്താനും ശത്രുത വളർത്താനുമാണ്. വയസുദ്ദൂക്കും അൻ ദിക്രില്ലാ വ അനിസ് സ്വലാ, രണ്ട് കാര്യങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്യും. അതെന്താണ്? പരമപ്രധാനമായ രണ്ട് കാര്യങ്ങളാണ്. ആ രണ്ടും സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതാണ്. അടുപ്പിക്കുന്നത് കൊണ്ടാകട്ടെ അവ രണ്ടിൽ നിന്നും ശൈത്താൻ നിങ്ങളെ മാറ്റി നിർത്തും. അതിലൊന്ന് അൻ ദിക്രില്ലാ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന മനസ്സിൽ നിന്ന് പിശാച് നിങ്ങളെ മാറ്റി നിർത്തും. വ അനിസ് സ്വലാ, നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തും. ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് വിരമിക്കാനായിട്ടില്ലേ? അന്ന് അറബികളോട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തുകൾ ഉദ്ധരിച്ചും ഓർമ്മപ്പെടുത്തിയും ചോദിച്ച ചോദ്യമാണ്. അന്ന് അവരൊക്കെ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. മദ്യത്തിന്റെ വീപ്പകൾ തച്ചു തകർത്തിട്ടുണ്ട്. അവർ അതിൽ നിന്നും പരിപൂർണമായും മാറിയിട്ടുണ്ട്. പരിപൂർണ സമ്പൂർണ മദ്യനിരോധനം നടപ്പാക്കിയ ലോകത്തെ ഏറ്റവും മഹാനായ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, മാതൃക അവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ മുഴുകുടിയന്മാരെ മാറ്റാൻ പ്രവാചകന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ച മരുന്ന് പരിശുദ്ധ ഖുർആനാണ്, ഇസ്ലാമിക ബോധമാണ്, ദീനാണ്, തഖ്വയാണ്. ഇതുണ്ടോ? ഇത് കൊടുക്കാൻ കഴിയോ? നമ്മുടെ കുട്ടികളെ മാറ്റാൻ കഴിയും, അല്ലേ? എത്ര ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോയിട്ടും പരിഹാരമില്ല, മോചനമില്ല എന്ന് പറഞ്ഞാലും അവിടെ എഫക്റ്റീവായിട്ട്, അവിടെ പ്രതിഫലിക്കുന്ന, റിഫ്ലക്ട് ചെയ്യുന്ന, അവിടെ ഉപകാരപ്പെടുന്ന മരുന്ന് ദീനാണ്. പ്രിയപ്പെട്ടവരെ, ദീന് കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ മക്കളെ നമുക്ക് കൂടെ നിർത്താൻ കഴിയും എന്നുള്ളതാണ്, അല്ലേ? ഈ ആയത്തുകളിൽ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന് റിജ്സ് എന്ന
എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞു. പിന്നെ ഖംർ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയോ, ആദ്യം ഖുർആൻ അവിടെ എണ്ണിയത് മൈസിറും അൻസാബും അസ്ലാമും ഒക്കെ റിജിസുകളാണ്. പ്രശ്നം വെച്ച് നോക്കല്, പ്രതിഷ്ഠകള്, ഷിർക്കുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, അതൊക്കെ അതിപ്രധാനമായിട്ടുള്ള വളരെ ഗൗരവമുള്ള ഷിർക്കിന്റെ വിഷയങ്ങളാണ്. പക്ഷെ എന്റെ മേലെ കള്ളു വെച്ചെന്താ അറിയോ? മദ്യം തിന്മകളുടെ മാതാവാണ്. അൽ ഉമ്മു അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യം. അത് കുടിച്ചാൽ ബാക്കിയൊക്കെ ചെയ്യാൻ അവന് ലൈസൻസ് ആവും എന്നുള്ളതാണ്. ആ മദ്യം ഉള്ളിൽ ചെന്നാൽ ഉമ്മാന്റെ മേത്താണോ പെങ്ങളുടെ മേത്താണോ അമ്മായിയുടെ മേത്താണോ വീഴുക, ഹദീസാണ് കേട്ടോ, അവൻ അറിയൂല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുദ്മിനുൽ ഖംറിനെ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. കുറെ ആളുകളെ എണ്ണി പറഞ്ഞപ്പോ ഒന്നെണ്ണിയത് മുദ്മിനുൽ ഖംറാണ്. മുദ്മിനുൽ ഖംർ, മുഴുകുടിയൻ എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്നവൻ, ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ളവൻ. സ്വർഗ്ഗത്തിന്റെ പരിമളം അവൻ ആസ്വദിക്കൂല, സ്വർഗ്ഗത്തിൽ അവൻ പ്രവേശിക്കൂല എന്ന് പ്രവാചകൻ എണ്ണിയിട്ടുണ്ട്. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഇത് ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞാൽ ഇതൊഴിവാക്കാത്തവന് വിജയമില്ല, അവന് പരാജയമാണ്. ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. ഫജ്തനിബൂഹു, നിങ്ങൾ മാറി നിൽക്കണം, അതിരുകളോട് പോലും അടുക്കരുത് എന്നാണ്. അതിരുകളോട് പോലും അടുക്കരുത്, അങ്ങനെ മാറി നിൽക്കണം എന്നാണ് ഇജ്തനബ ഫജ്തനിബു എന്ന പദത്തിന്റെ അർത്ഥം. അത്ര ഗൗരവത്തിൽ മദ്യത്തെ അല്ലെങ്കിൽ ലഹരിയെ പരിശുദ്ധ ഇസ്ലാം കണ്ടിട്ടുണ്ട്, അതിനെ വിലക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലഹരിയിലേക്ക് നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ, നമ്മുടെ യുവാക്കൾ എത്താതിരിക്കാനുള്ള സാധ്യതകൾ പോലും നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. സാധ്യതകൾ പോലും ഒഴിവാക്കണം. അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഒന്ന്, ചീത്ത കൂട്ടുകെട്ടുകളാണ്. ചീത്ത കൂട്ടുകെട്ടുകൾ അല്ലേ? അങ്ങനെ ആയാലും ഇപ്പോ എന്റെ ഫ്രണ്ട് ആയി പോയില്ലേ, ഞാൻ എന്റെ ഒപ്പം കൂടിയിട്ട് കുടിക്കാതിരുന്നാ പോരെ, വലിക്കാതിരുന്നാ പോരെ. അൽമർഉ അലാ ദീനി ഖലീലിഹി, അൽമർഉ അലാ ദീനി ഖലീലിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരാൾ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. കൂട്ടുകാരന്റെ ചേലും കോലും ഭാവവും സ്വഭാവവും ഒക്കെ ആ വ്യക്തികളിൽ കാണാൻ പറ്റും. കുറച്ചാലൊക്കെ ചിലപ്പോൾ ഇല്ലാതിരുന്നേക്കാം അല്ലേ? നമ്മൾ വിചാരിക്കും, ഞാൻ ഇങ്ങനെ ചീത്ത വാക്കൊന്നും വിളിക്കുന്ന ആളായിരുന്നില്ല, എങ്ങനെയാണ് എന്റെ വായിലൂടെ പിന്നെ അറിയാതെ ദേഷ്യം വരുമ്പോ ഈ വാക്കുകൾ വന്നത്? കാരണം ഒന്നേയുള്ളൂ, എന്റെ കൂട്ടുകാർ അവർ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരാണ്. ഇത് എപ്പോഴും കേട്ട് 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 അറിയാതെ ദേഷ്യം വരുമ്പോൾ എന്റെ വായിൽ നിന്ന് പഠിച്ചുണ്ടാക്കിയതല്ല, കേട്ടുകൊണ്ട് എന്റെ വായിൽ നിന്ന് അറിയാതെ പുറത്തു ചാടുന്ന ചില വാക്കുകൾ വരാൻ കാരണം എന്റെ കൂട്ടുകെട്ടുകളാണ്. എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നില്ല, എങ്ങനെയാ ഞാൻ ദേഷ്യമുള്ള ഒരാളായി മാറിയത്? ദേഷ്യപ്പെടുന്ന കൂട്ടുകാർ അല്ലെ, അല്ലെങ്കിൽ ഒന്നിനും രണ്ടിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചണ്ട കൂടുന്നവരുണ്ടായപ്പോ ഇങ്ങനെ ഒരു ചീത്ത ക്വാളിറ്റി അല്ലെ, രോഗങ്ങളാണ് വേഗം പടരുക. ആരോഗ്യം പടരാറില്ല, ആരോഗ്യം പകരാറുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങൾ, മദ്യം ഒരു രോഗമാണ്, പ്രവാചകൻ എണ്ണിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ രോഗങ്ങൾ പടരാതിരിക്കാൻ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഒഴിവാക്കിയേ പറ്റൂ. തെറ്റണം എന്നല്ല, ആ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം. അതുകൊണ്ടല്ലേ ആ സാഹചര്യങ്ങൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയത്. മദ്യം വിളമ്പുന്ന തീന്മേശയിൽ നിങ്ങൾ എത്തരുത്, നിങ്ങൾ കുടിച്ചോളണമെന്നില്ല, പക്ഷെ അത് നിങ്ങൾ കൊടുക്കുന്ന പ്രോത്സാഹനമാണ്, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന സമ്മതമാണ്. അതുകൊണ്ട് അവിടെ എത്തരുത്. അന്ന് മദ്യം നിരോധിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മദ്യം ഒഴിവാക്കിയാ പോരാ, അത് ഒഴിച്ചു വെച്ച പാത്രങ്ങൾ പോലും തച്ചു തകർക്കണം, റസൂലിന്റെ നിർദ്ദേശമാണ്. അതിന്റെ ഒരു ലാഞ്ചന പോലും നിങ്ങളുടെ ശരീരത്തിലേക്കോ ജീവിതത്തിലേക്കോ അതിന്റെ ഓർമ്മ പോലും ആ പാത്രം കാണുമ്പോൾ വരേണ്ടതില്ല എന്നാണ്. അത്ര കണിശമായും നിശിതമായും അതിനെ എതിർത്തിട്ടുണ്ട് എന്ന് ഇതിനെ കാണാൻ കഴിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക, നന്നായി വരുന്നവരെ സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മളോ ഒരാളെ നന്നാവാനോ വെക്കൂല, നന്നായി കഴിഞ്ഞാൽ ഇജിപ്പ് എന്നടാ നിർത്തിയത്, ഓ ഇതൊക്കെ നന്നായോ, ഇങ്ങനെയുള്ള കളിയാക്കലിന്റെ സ്വരങ്ങൾ അവർക്ക് നേരെ ഒരിക്കലും ഉപയോഗിക്കരുത്. അത് ആ മനുഷ്യനെ വീണ്ടും മോശത്തിലേക്ക് വഴി നടത്താൻ വീണ്ടും നമ്മളാണ് കാരണക്കാരെന്നുണ്ടെങ്കിൽ, നമ്മുടെ കളിയാക്കലാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം ഞാൻ പറയണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അവർക്ക് നല്ല നല്ല സ്ഥാനങ്ങൾ ഉദ്ദേശിച്ചത് നല്ല കൂട്ടുകെട്ടുകളിലെ നല്ല സ്ഥലങ്ങളിലെ സ്ഥാനങ്ങൾ കൊടുക്കുക. ഉദാഹരണം, പള്ളി കമ്മിറ്റിയിലോ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലോ നാടിന്റെ നല്ല പ്രവർത്തനങ്ങളിലൊക്കെ അവരെ പരിഗണിക്കുക.
പരിഗണിക്കുക. അവർ ഏറ്റവും കൂടുതൽ നന്നായി വരുന്നതിനനുസരിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുക്കുക. അത് അവർക്ക് കൂടുതൽ ഇതുമായി ബന്ധപ്പെടാനും മദ്രസയും പള്ളിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായി തീരും. നല്ല സംഗതികളുടെ ഉത്തരവാദിത്വമൊക്കെ അവരെയും ഏൽപ്പിക്കുക, കൂട്ടുത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ എന്ന് പറഞ്ഞാൽ നന്നാവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവരിൽ നിന്ന് അങ്ങനത്തെ വിഷയങ്ങൾ അവരെ മാറ്റി വീണ്ടും പഴയ കൂട്ടുകെട്ടിലേക്ക് പോകാനുള്ള അവസരം ഇല്ലാതാക്കുക. മറ്റൊന്ന്, ശിക്ഷകളുടെ ഗൗരവം അവർക്ക് ബോധ്യപ്പെടുത്തുന്നതാണ്. ശിക്ഷകളുടെ ഗൗരവം ബോധ്യപ്പെടുത്തണം. നോക്കി, നിങ്ങൾ ആയത്തിലൊക്കെ പറഞ്ഞേ, ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് രക്ഷ ഉണ്ടാകാൻ പോണില്ല, പരലോകത്തെ അവർക്ക് രക്ഷയില്ല എന്നുള്ളതാണ്. നരകമാണ്, നരകത്തിന്റെ ഭയാനകത അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അല്ലെ, സ്വർഗം അവർക്ക് കിട്ടൂല എന്നുള്ളത് ബോധ്യപ്പെടുത്തണം. ദുനിയാവിൽ ഇവിടെ തന്നെ അല്ലെ ജയിൽ ശിക്ഷകൾ അവരെ കാത്തിരിക്കുന്നത്, സമൂഹത്തിലെ അപമാനം. അതുപോലെ തന്നെ ഒരു മിനിമം ഒരാള് ഈ സംഗതികളിൽ നിന്ന് വേർതിരിഞ്ഞാൽ, മാറി വന്നാൽ മിനിമം അവന്റെ കുടുംബത്തിൽ ഒരു 10, 30, 40 ആളുകളെങ്കിലും അവർ സന്തോഷിക്കും. ആരൊക്കെയാണ് നോക്കി, ഒരു യുവാവ് ഒരു MDMA അടിമപ്പെട്ട് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് നടക്കുന്ന ഒരാളെ കൊണ്ട് ആരൊക്കെ ദുഃഖിക്കുന്നുണ്ടാവും? അവന്റെ കുടുംബത്തിലെ അംഗങ്ങൾ, അവന്റെ അയൽവാസികൾ, ഒരു വേള അവന്റെ സുഹൃത്തുക്കൾ, അവൻ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന അവന്റെ നാട്ടുകാർ, അടുത്തതോ അകന്നതോ ആയിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ. എത്ര ആളുകൾ ഉണ്ടാവും? എത്ര ആളുകളുടെ സന്തോഷമാണ് ഒരാൾ തള്ളിക്കെടുത്തുന്നത്? ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതിഭീകരമാണ്. അപ്പൊ ഒരു നാട്ടിൽ ഒരു 5 ആളുണ്ടായാൽ, ഒരു 10 ആളുണ്ടായാൽ, ഒരു നാട് മുഴുവൻ കുട്ടിച്ചോറാകാൻ ഇതൊക്കെ മതി എന്നാണ്. എന്റെ വീട്ടിലില്ലോ എന്ന് കരുതി സമാധാനിക്കല്ല വേണ്ടത്. എന്റെ നാട്ടിലുണ്ടായാൽ തന്നെ അത് പടരാനുള്ള ചാൻസുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ നമ്മൾ തിരിച്ചറിയണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നിച്ചു കൂട്ടായിട്ട് ചെയ്യും വേണം. ഉപയോഗിക്കുന്ന ആളുകളില് ഇപ്പൊ ഈ MDMA ഉപയോഗിക്കുന്ന ആളുകൾക്ക് പിന്നെ ക്ഷീണം ഉണ്ടാവൂല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ ഭയങ്കര ആക്റ്റീവായിട്ട് എന്തു കാര്യം ചെയ്യാനുള്ള എനർജി അവർക്ക് അതിലൂടെ ലഭിക്കുന്നു. ഉറക്കം കുറവായിരിക്കും. സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അല്ലെ, സ്ഥിരമായി അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നിത്യേന ചെയ്തിരുന്ന പല കാര്യങ്ങളും അവർ മാറി നിൽക്കാൻ തുടങ്ങും. ഒറ്റപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പിന്നെ പോവുക. കുടുംബം കൂടുന്നിടത്തുണ്ടാവില്ല, കൂട്ടുകാർ പിന്നെ അല്ലെ, സാധാരണ നല്ല സുഹൃത്തുക്കളൊന്നും കൂടുന്നിടത്തോലില്ല, പള്ളിയിൽ പിന്നെ ഓലില്ല, ഓലെ പിന്നെ ഇങ്ങനെ എന്താ അവനെ കാണാത്തത് ചോദിച്ചാൽ അല്ലെ, അതിന്റെ ഒരു കാരണം അതാണ്, ഈ അഡിക്ഷനാണ്. ഇനി ഇങ്ങനെ മാറി നിൽക്കണോ, എല്ലാവരും MDMA-കാരാന്നല്ലേ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കാരണം ഇതാണെന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള നമ്മളെ മക്കളൊക്കെ ഈ രൂപത്തിൽ ഇങ്ങനെ മാറി തുടങ്ങുമ്പോ അത് മുളയിലെ അത് കണ്ടെത്താനും അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പരിഹാരം എന്ന് പറഞ്ഞാൽ അത് ദീനേയുള്ളൂ. ഇസ്ലാമികമായിട്ട് അവരെ നല്ല ശിക്ഷണത്തിൽ വളർത്തുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായതുകൊണ്ട് ചില സ്കൂളുകളിൽ നിന്ന് കാണുന്ന രംഗങ്ങൾ, CCTV ക്യാമറകളിൽ നിന്ന് പിടിക്കുന്ന രംഗങ്ങളൊക്കെ അതിൽ ഏറ്റവും അത്ഭുതം തരുമോ, ചെറിയ കുട്ടികൾ വരെ, ചെറിയ മക്കൾ വരെ പിന്നെ ഈ സിഗരറ്റ് ഒക്കെ വലിച്ചു തുടങ്ങുന്നതാണ്. ആ കുട്ടികളുടെ പ്രായം കണ്ടറിയാം. UP ക്ലാസ്സുകളിൽ നിന്ന് വരെ ഇതിന്റെ അല്ലെ ഒരു പുകയെടുക്കാൻ, ഒരു പഫ് എടുക്കാനൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവര് ഭയങ്കര അന്നെ ആസക്തിയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ലെവലിലേക്ക് എത്തും എന്നുള്ളതൊന്നല്ല. പക്ഷെ മെല്ലെ മെല്ലെ തുടങ്ങിയതിന്റെ അപകടത്തിലേക്ക് അവർ എത്തിച്ചേരും വൈകാതെ. കാരണം ഇവരെ പിടിക്കാനുള്ള മാഫിയകൾ വളരെ വളരെ ക്രിയേറ്റീവായിട്ട്, കണ്ണിങ് ആയിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്കൂളുകൾക്കൊക്കെ പിന്നിൽ അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് ഇവരുണ്ട്. മക്കളെപ്പോലും ഇതിന്റെ കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉറപ്പാണ്, ഇല്ല നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഉറപ്പാണ്, അതുണ്ട് അല്ലെ. ബാംഗ്ലൂരിൽ നിന്നൊക്കെ കിലോ കണക്കിന് അല്ലെങ്കിൽ അത്ര വലിയ എമൗണ്ടിന്റെ സാധനങ്ങൾ ഈ കേരളത്തിന്റെ അതിർത്തിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനിവിടെ മാർക്കറ്റ് ഉണ്ടായതുകൊണ്ടാണ്, ഇവിടെ അത് ഉപയോഗിക്കാൻ ആളുകൾ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ഇനിയെങ്കിലും നമ്മുടെ മക്കളൊക്കെ വളർത്തി അല്ലെങ്കിൽ ഗുണദോഷിക്കാൻ നമുക്ക് അർഹത നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സിഗരറ്റിന്റെ കുറ്റി പോലും എന്റെ ചുണ്ടിലില്ലാതിരിക്കാൻ, ഒരു സിഗരറ്റിന്റെ കുറ്റി പോലും എന്റെ ചുണ്ടിൽ ഞാൻ വെക്കാതിരിക്കുക. ഇക്കാക്കാനെ കണ്ടുകൊണ്ട് അവൻ അതിലേക്ക് വരരുത്, വല്ലിപ്പാനെ കണ്ടുകൊണ്ട് അവൻ അതിലേക്ക് വരരുത്. ഞാനിപ്പോ ഏതായാലും ഇങ്ങനെ ആയില്ലേ, ഓലിഞ്ഞി നന്നായിക്കോട്ടെ, നന്നാവൂല.
ഞാൻ നന്നാവാതെ പോലും നിങ്ങൾക്ക് കിട്ടിയത് അതായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയത് അന്ന് സിഗരറ്റ് ആയിരുന്നു. 2 റുപ്യന്റെ സിഗരറ്റും 1.5 റുപ്യന്റെ ബീഡിയനും. അതിന്റെ വില കൂടിയത് നോക്കണ്ട. അതിൽ അന്ന് കിട്ടിയതിലെ മുന്തിയ സാധനം ഉപയോഗിച്ച് വളർന്നവരാണ് നിങ്ങൾ. ഇന്ന് അതിനേക്കാൾ നല്ലത് മാർക്കറ്റിലെ കുട്ടികൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് അവരത് ഉപയോഗിക്കുന്നു. പിന്നെ ഉപദേശിക്കാൻ എന്തർഹത നമുക്കുള്ളത്? വല്ലിപ്പ നന്നാവാതെ, വാപ്പ നന്നാവാതെ, ഇക്കാക്ക നന്നാവാതെ കുഞ്ഞനുജനം നോക്കണ്ട. മനസ്സിലായില്ലേ? ഇത് ഞാൻ ഇവിടെ കൂടിയ കുറച്ച് ആളുകളോടല്ല, ഇത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ശക്തമായിട്ട് ഇതിന് നടപടി സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പാപ്പാന്റെ വല്ലിപ്പാന്റെ അടുത്ത് നിന്നൊക്കെ വാങ്ങി വെക്കേണ്ടി വരുന്ന അർത്ഥം. അല്ലാന്നുണ്ടെങ്കിൽ അതിഭീകരമായ അവസ്ഥയിലേക്ക് നാട് കൂപ്പുകുത്തും. അത് സിഗരറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മാറ്റം പ്രധാനമാണ്. എന്താ ഇവർക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ, നമുക്ക് മാറാൻ പറ്റുമല്ലോ. റമദാനിൽ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാറാൻ പറ്റും. മുഴുകുടിയന്മാരെ പ്രവാചകൻ മാറ്റിയിട്ടുണ്ട്. പിന്നല്ല നിങ്ങളെ ബീഡിക്കുറ്റി. മുഴുകുടിയന്മാരെ പ്രവാചകൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ബീഡിക്കുറ്റിന്റെ വർത്താനം പറയണ്ട. എനിക്ക് മാറാൻ കഴിയൂല എന്ന് പറയണ്ട. മാറാൻ കഴിയും. ഇല്ലെങ്കിൽ നമുക്കും നഷ്ടപ്പെടാം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെ ഹദീസും ആയത്തുകളൊക്കെ കണ്ടിട്ടും അതിപ്പോ കുറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് അല്ലെ, അളവ് കുറവാണ് അല്ലെങ്കിൽ പൈസ കുറവാണ്, അത് ഞാൻ പണ്ടേ ശീലമാക്കിയതാണെന്നൊക്കെ പറഞ്ഞാൽ ന്യായവാദങ്ങൾ കണ്ടെത്തിയാൽ നമുക്കും നഷ്ടപ്പെട്ട സ്വർഗാണ്. MDMക്കും നഷ്ടപ്പെട്ട സ്വർഗാണ്. ബീഡിക്കുറ്റിക്കും നഷ്ടപ്പെട്ട സ്വർഗം തന്നെയാണ്. അത് മനസ്സിലാക്കിയാൽ നല്ലത്. മാന്യമായി നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ നമുക്ക് കഴിയണം. മാന്യമായി ഉപദേശിക്കാൻ കഴിയണം. ദേഷ്യപ്പെട്ടിട്ടും പ്രയാസപ്പെടുത്തിയിട്ടും പീഡിപ്പിച്ചിട്ടുമല്ല. മാന്യമായി നമ്മുടെ മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്ത പ്രിയപ്പെട്ടവർ നമുക്കതേ കഴിയുള്ളൂ അല്ലെ. ഈ ഇൻദാറുകൾ, താക്കീതുകൾ നിരന്തരമായി കൊടുത്തു കഴിഞ്ഞാൽ ഒരവസരത്തിൽ അവർ മാറും. മക്കളെ ശപിക്കരുത്. നമ്മൾ ചില കുത്തുബകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെ ഒഴിവാക്കി മാറ്റി നിർത്തിയല്ല വേണ്ടത്, അവരെ കൂടെ നിർത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ദീനീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക. മക്കൾ പള്ളിയിലെത്താൻ അല്ലെ, ഈ ചെറുപ്പത്തിൽ കൊടുക്കുന്ന ശീലമൊക്കെയാണ് അവർക്ക് വലുതാകുമ്പോഴും ഉണ്ടാവുക. ഓൻ കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിക്കോളും, ഓൻ കുറച്ച് കഴിഞ്ഞിട്ട് പള്ളിയിൽ വന്നോളും, ഓൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ബോധം വരുമ്പോൾ പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സിനൊക്കെ വരട്ടെ. അല്ലേ കല്യാണത്തിന് പോകുന്ന ഉത്സാഹത്തോടു കൂടി കുടുംബസമേതം ക്ലാസ്സുകൾക്കും ജമാഅത്ത് നമസ്കാരങ്ങൾക്കും ഒക്കെ അങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ കൊടുക്കണം. ഖുർആൻ ഓതുന്ന ശീലം നമ്മുടെ വീട്ടിലുണ്ടോ? നമ്മൾ ആലോചിച്ചോക്കെ. റീല് കാണുന്നത് ഏതായാലും ഒരു ശീലമായിട്ട് വന്നല്ലോ. റീല് കാണുന്നതും ഫോൺ ഉപയോഗിക്കുന്നതും ഒരു ശീലമായിട്ട് വന്നല്ലോ. അങ്ങനെ ഒരു ശീലം ഖുർആൻ ഓതുന്നതിൽ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഓനൊരു 5 റീല് കാണാൻ 5 മിനിറ്റോ 10 മിനിറ്റോ ഫോൺ കൊടുക്കുമ്പോ ഖുർആൻ ഓതിയിട്ട് എന്റെ കുട്ടിക്ക് ഞാൻ 10 മിനിറ്റ് ഫോൺ ഉപയോഗിക്കാൻ തരുള്ളൂ എന്ന് വാപ്പാക്ക് പറയാലോ, ഉമ്മാക്ക് പറയാലോ. ഈ വാപ്പി ഉമ്മ ഇത് പറഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ആരാപ്പത് പറയാ? അതുകൊണ്ട് ശക്തമായി തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും നമ്മുടെ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ, തിന്മകളിൽ ബോധവൽക്കരണം നടത്തുകയും അവിടെയും ശക്തമായി ശബ്ദമുയർത്താനും നിലകൊള്ളാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതിനുള്ള കഴിവും ത്വാഖത്തും തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാദാ, ഞങ്ങളുടെ നാടിനെ ബാധിക്കുന്ന, ഞങ്ങളുടെ മക്കളെ ബാധിക്കുന്ന ഈ വലിയ വിഷയത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാം നീ കാത്തു സംരക്ഷിക്കണമേ തമ്പുരാനെ. നേർവഴിയിൽ ഞങ്ങളുടെ മക്കളെ വഴി നടത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. നാളെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകൾ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണമേ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ തമ്പുരാനെ. കടം കൊണ്ടും രോഗം കൊണ്ടും ഒക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും നീ മോചനം നൽകണമേ തമ്പുരാനെ. ജോലിയില്ലാത്തതിന്റെ പേരിൽ, കൂലിയില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും നീ ഉടൻ പരിഹാരം നൽകണമേ തമ്പുരാനെ. നാടിനെ ബാധിക്കുന്ന, ഞങ്ങളെ ബാധിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منكم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا ووالدينا من النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما.
ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين وبرحمتك يا أرحم الراحمين.